അതുല്യ കലാകാരൻ കലാഭവൻ മണി മൺമറഞ്ഞ് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും വെള്ളത്തിൽ വരച്ച വര പോലെ സ്മാരക മന്ദിരം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രി സജി ചെറിയാൻ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ പദ്ധതിക്ക് തറക്കല്ല് പോലും ഇട്ടിട്ടില്ല. കലാഭവൻ മണിയെ സർക്കാർ അവഗണിക്കുന്നത് പ്രതിഷേധാർഹമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണശേഷം നമ്മളൊക്കെ വാനോളം പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് കലാഭവൻ മണിയുടെ പേരിലുള്ള ഈ സ്മാരകം. ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രം തൊട്ട് ഇവിടെ തിയേറ്റർ അടക്കമുള്ള സമുച്ചയങ്ങളുള്ള വലിയൊരു സാംസ്കാരിക കേന്ദ്രം ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത്. അതിന് 3 കോടിയാണ് അനുവദിച്ചത്. അതിന്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞു. സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പരിഹരിച്ചെങ്കിലും ഇത് ഒരു കല്ല് ഇടുന്നതിന് പകരം ഇവിടെ വണ്ടികളാണ് ഇടുന്നത്, തറക്കല്ലിടുന്നതിന് പകരം. അപ്പോൾ അത്തരത്തിലുള്ള ഈ സമുച്ചയം നമുക്ക് വളരെ അത്യാവശ്യമാണ്. വരുന്ന തലമുറയ്ക്ക്, കലാകാരന്മാർക്ക് ഈ നാടിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ, നമ്മുടെ നാടിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ ഈ കേന്ദ്രം വളരെ അത്യന്താപേക്ഷിതമാണ്. എത്രയും പെട്ടെന്ന് അതിന്റെ പണി പൂർത്തീകരിക്കണം തന്നെയാണ്. അത് പൂർത്തീകരിക്കാത്തതിലുള്ളൊരു വിഷമവും പ്രതിഷേധം കൂടി ഞാനിവിടെ അറിയിക്കും. സാനു കെ സജീവ് വിവരങ്ങളുമായി ചേരുകയാണ്. സാനു, മലയാളികളുടെ അഭിമാനമായ പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ പേരിലുള്ള ഈ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണം എന്തുകൊണ്ടാണ് ഇഴഞ്ഞു നീങ്ങുന്നത്? പലപ്പോഴും കലാഭവൻ മണിയെ പറ്റിയൊക്കെ വാനോളം പുകഴ്ത്തുന്ന ഈ സർക്കാരിന് എന്തുകൊണ്ട് ആ കലാകാരനോട് ഈ രീതിയിലുള്ളൊരു അവഗണനാ മനോഭാവം തുടരുന്നു? ഇതിന്റെ കാരണം എന്താണ്? ഗൗതം, മലയാളികളുടെ ഹൃദയത്തിലാണ് കലാഭവൻ മണി എന്ന അതുല്യ കലാകാരൻ ഇന്നും സ്ഥാനമുള്ളത്. ആ മണിനാഥം നിലച്ചിട്ട് ഇന്ന് 10 ആണ്ട് തികയുകയാണ്. ഈ 10 ആണ്ട് തികയുമ്പോഴും അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ളൊരു സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കലാഭവൻ മണിക്ക് ചാലക്കുടിയിലെ നഗരമധ്യത്തിൽ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയൊക്കെ ആരംഭിച്ചത്. എന്നാൽ അത് വാക്കിലൊതുങ്ങി, പിന്നീട് അത് പ്രവൃത്തിയിലേക്ക് എത്തിച്ചില്ല, അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നാണ് കലാഭവൻ മണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ നാട്ടുകാരും അതേപോലെ തന്നെ ചാലക്കുടിക്കാരും പറയുന്നത്. അതായത് 2025 സജി ചെറിയാൻ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തി ഈ കലാഭവൻ മണിക്ക് ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു സ്മാരകം പണിയുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ചില ഉദ്ഘാടന നടപടികളൊക്കെ ഉണ്ടായതല്ലാതെ അവിടെ പിന്നീട് ഒരു കല്ല് പോലും വീണിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ പറയുന്നത്. അവരേറെ ഹൃദയവേദനയോട് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായിട്ടുള്ള കലാഭവൻ മണിയോട് എന്തിനാണ് സർക്കാർ ഈ നീതികേട് കാണിക്കുന്നതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ ചോദിക്കുന്നത്. നഗരമധ്യത്തിൽ 3 കോടി ചെലവഴിച്ച് 6500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഒരു സ്മാരകം നിർമ്മിക്കുക, അല്ലെങ്കിൽ നാടൻ കലകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, നാടൻ കലാകാരന്മാർക്ക് ഒത്തുചേരുന്നതിന് വേണ്ടി ഒരു കേന്ദ്രം നിർമ്മിക്കുക എന്നായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം. അതിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പക്കലുണ്ടായിരുന്ന 20 സെന്റ് സ്ഥലം സാംസ്കാരിക വകുപ്പിന് വിട്ടു നൽകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അവിടെ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തുന്നത്. 2025 ആ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായിട്ട് നിർമ്മിക്കുന്നത്. എന്തായാലും ആ കലാഭവൻ മണി എന്ന് പറയുന്ന നാടറിയുന്ന, നമ്മെ അറിയുന്ന, നമ്മളിലെ സാധാരണക്കാരനിൽ ഒരുവനായിരുന്ന ആ ഒരു അതുല്യ കലാകാരൻ വിട പറഞ്ഞ് 10 ആണ്ട് തികയുമ്പോഴും അതിനു വേണ്ടിയിട്ട് ഒരു നടപടി ഉണ്ടാകാത്തത് സർക്കാരിൻ്റെ ഈ കലാകാരന്മാരോടുള്ള ഒരു വിവേചനത്തിൻ്റെ ഭാഗം കൂടിയാണെന്നാണ് കലാകാരന്മാരും അതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, സഹോദരനടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്ഥലമുണ്ട്, അതിനു വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ട് ആ നിർമ്മാണം തുടങ്ങുന്നില്ല എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന പ്രധാന ചോദ്യം. ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായിട്ടുള്ള ഒരു കലാകാരനെ ഇങ്ങനെ അധിക്ഷേപിക്കണോ എന്നും നാട്ടുകാർ ചോദിക്കുന്നു. കലാഭവൻ മണി മൺമറഞ്ഞിട്ട്, മണിനാഥം നിലച്ചിട്ട് ഇന്നേക്ക് 10 വർഷങ്ങൾ, അതായത് ഒരു പതിറ്റാണ്ട് തികയുകയാണ്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് പിണറായി സർക്കാർ കൊട്ടിഘോഷിച്ച് തുടങ്ങും എന്ന് പറഞ്ഞ സ്മാരക മന്ദിരവുമായി ബന്ധപ്പെട്ട ഒരു നീക്കവും പിന്നീട് ഉണ്ടായിട്ടില്ല. ഇതിൽ കലാഭവൻ മണിയെ സ്നേഹിക്കുന്ന ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. സാനുവാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.